മീൻ കറി വെക്കണമെന്നാൽ കുക്കിംഗ് അറിയില്ല എന്ന് പറയുന്ന എല്ലാ മച്ചാന്മാരും ഇങ്ങോട്ട് പോരേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന കിടിലൻ മീൻ കറിയാണ്. കുക്കിംഗ് അറിയില്ലാത്ത എല്ലാവർക്കും ഈ വീഡിയോ പോലെ ചെയ്താൽ കിടുക്കാച്ചി മീൻ കറി സെറ്റാക്കാട്ടാ. ഞാൻ പറയും പോലെ എല്ലാം അങ്ങോട്ട് വാരി വിതറിയാൽ മതി. അപ്പോൾ തുടങ്ങിയാലോ? നമ്മളിന്ന് ഇവിടെ വെക്കാൻ പോകുന്ന 1 കിലോ മീനാണേ. ഏത് മീനാണെങ്കിലും സീനിലാട്ടാ. ആദ്യം തന്നെ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കി വെക്കണം കേട്ടോ. ഇഞ്ചി 2 കഷ്ണം അരിഞ്ഞത്, വെളുത്തുള്ളി 2 ബോൾ അരിഞ്ഞത്, പച്ചമുളക് 3 എണ്ണം അരിഞ്ഞത്, കരിവേപ്പില 1 തണ്ട്, പിന്നെ ഒരു 5 കഷ്ണം പുളി വെള്ളത്തിലും ഇട്ട് വെച്ചേക്കുക. കൂടാതെ ഒരു പ്ലേറ്റിൽ മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കാശ്മീരി മുളക് പൊടി 3 സ്പൂൺ, ഉലുവ 1/2 സ്പൂൺ. മറക്കല്ലേട്ടോ, ഇത് 1 കിലോ മീനിൻ്റെ അളവാണേ. നിങ്ങൾക്കിനി തേങ്ങ അരച്ചുള്ള മഞ്ഞ കളർ മീൻ കറി വേണമെങ്കിൽ ഒരു അരമുറി തേങ്ങ അരച്ച് മാറ്റി വെച്ചേക്ക്. റെഡ് കളർ മീൻ വറ്റിച്ചതാണ് വേണ്ടതെങ്കിൽ തേങ്ങ എടുക്കേണ്ടതില്ല. അപ്പോൾ തുടങ്ങിയാലോ? നമ്മളിന്ന് 1 കിലോ കേരമീനാട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ തുടങ്ങിയാലോ? ചട്ടി ചൂടായാൽ ഒന്നും നോക്കണ്ട, എണ്ണ 5 സ്പൂൺ ഒഴിച്ച് പണി തുടങ്ങാട്ടോ. എണ്ണ ചൂടായാൽ മണിമണി പോലെ ഇരിക്കണ ഉലുവ തട്ടിയിടാം. ഉലുവ മൊത്തത്തിൽ ചൂടായാൽ ടിപ്പറിൽ മണൽ തട്ടണ പോലെ അരിഞ്ഞു വെച്ച എല്ലാ സൈഡ് ഐറ്റംസ് 1 by 1 ആയി എണ്ണയിലേക്ക് മുക്കാട്ടാ. പിന്നെ എല്ലാം ഒന്ന് വഴണ്ടു വരുന്നവരെ നന്നായിട്ട് ഇളക്കുക. നന്നായി വഴണ്ട് കഴിഞ്ഞാൽ നമ്മൾ അളന്നു വെച്ച പൊടികൾ കൂടി തട്ടിയിട്ട് ഇളക്കി കൂട്ടാട്ടാ. പൊടി നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലിട്ട പുളിയും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാട്ടാ. കൂട്ടത്തിൽ ഞാനൊരു 1.5 ലിറ്റർ വെള്ളവും കൂടി ചേർക്കുന്നുണ്ടേ. നന്നായി തിളച്ച് കഴിയുമ്പോൾ കഴുകി വെച്ച നമ്മുടെ കേരക്കുട്ടന്മാരെ അതിലേക്ക് തള്ളിയിടാട്ടോ. കുറച്ച് നേരം അവിടെ കിടന്ന് വെള്ളം കുടിക്കട്ടെ. 10 മിനിറ്റ് നേരം ആ കിടപ്പ് കിടന്നോട്ടെ കേട്ടോ. നിങ്ങൾക്ക് തേങ്ങ അരച്ച കറിയാണ് ഇഷ്ടമെങ്കിൽ ഈ സമയം അതിനുള്ളതാണ് കേട്ടോ. അരച്ച തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യാവുന്നതാണ്. തേങ്ങ വേണ്ടാത്തവർക്കാണെങ്കിൽ തീ ഓഫ് ചെയ്യാവുന്നതുമാണ്. പറയാൻ മറന്നു, ഇതിനിടയ്ക്ക് ഉപ്പ് നോക്കി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തേക്കേ. അവസാന പരിപാടി താളിക്കലാണ്. അതിനായി കുറച്ച് കടുക്, വറ്റൽമുളക്, കരിവേപ്പില, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. എണ്ണ ചൂടായാൽ ആദ്യം കടുക്, വറ്റൽമുളക്, കരിവേപ്പില, ലാസ്റ്റ് മുളക് പൊടി ഇട്ട് നന്നായി ഇളക്കി തീ ഓഫ് ചെയ്യാട്ടോ. ഈ താളിപ്പ് ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കറിയിലേക്ക് ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്വാദിഷ്ടമായ മീൻ കറി റെഡി ആയിട്ടോ. ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത്, സാധനം ടേസ്റ്റി ആയിരിക്കും. കുക്കിംഗ് അറിയാതെ തന്നെ വിരൽത്തുമ്പിൽ വരും, അതുപോലെ തന്നെ നാവിൻ തുമ്പിൽ രുചിയും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. ബൈ.